നമസ്കാരം സാർ. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ കാര്യങ്ങളൊക്കെ തന്നെ ശാന്തമാകുന്നു. ഒരു ഭാഗത്ത് ലെബനൻ സൈനികർ ലെബനന്റെ പരമാധികാരം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുന്നു. 10,000-ലധികം സൈനികർ മുന്നോട്ട് കുതിക്കുന്നുവെന്ന സൂചന ഇതിനോടകം തന്നെ നജീബ് മിക്കാറ്റി നൽകുന്നു. മറുഭാഗത്ത് ഹിസ്ബുള്ളയെ പൂർണ്ണമായും കീഴടക്കുന്ന സാഹചര്യത്തിൽ, അവർ പിൻവാങ്ങുന്ന സാഹചര്യത്തിൽ ഹമാസിന് നിക്കക്കള്ളിയില്ലാതെ അലറി വിളിച്ചുകൊണ്ട് പറയാണ്, ഞങ്ങളും കീഴടങ്ങാൻ തയ്യാറാണ്, മുഴുവൻ ബന്ദികളെയും ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ വിട്ടുവെക്കാൻ ഞങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നു, വളരെ വേഗത്തിൽ ഞങ്ങൾ ബന്ധപ്പെടുമെന്നാണ് ഇപ്പോൾ ഹമാസും പറയുന്നത്. സമാധാനത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ് എന്ന് നമുക്ക് തീർത്ത് പറയുക വയ്യ. ഇന്ന് ബെന്യാമിൻ നെതന്യാഹു പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ നിലപാട്. ഇതൊരു താൽക്കാലിക വെടിനിർത്തലാണ്. ഈ വെടിനിർത്തൽ ഒരു യുദ്ധവിരാമമല്ല. ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന്റെ സ്വയരക്ഷയ്ക്ക് അപകടമുണ്ടാവുന്ന തരത്തിൽ ഏതെങ്കിലും ആക്രമണങ്ങൾക്ക് ആരെങ്കിലും മുതിർന്നാൽ മുൻപൊന്നും നൽകാത്ത വിധം അതിശക്തമായി തങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് നെതന്യാഹു ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു വശത്ത്. മറുവശത്ത് നെതന്യാഹു സ്വന്തം ജനതയോട് പറയുന്നു, നമുക്ക് നമ്മുടെ സൈന്യത്തിന് കൂടുതൽ കരുത്ത് കൈവരിക്കേണ്ടതുണ്ട്, അതിനൊരു ഇടവേള ആവശ്യമാണ്, നമുക്ക് ഇതിനേക്കാൾ വലിയ ലക്ഷ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഹിസ്ബുള്ളയുടെ 80% പ്രമുഖരെയും നമ്മൾ വധിച്ചു കഴിഞ്ഞു. ഹിസ്ബുള്ളയുടെ ആയുധ ശക്തി 85% നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഇനി പ്രധാനം ഇറാനെ നിർവീര്യമാക്കുകയാണ്. ഹമാസിനെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്ത് അവിടെ നിന്ന് നമ്മുടെ ബന്ദികളെ മോചിപ്പിക്കുകയാണ്. അപ്പോൾ നെതന്യാഹു കൃത്യമായ ഒരു രേഖയിലൂടെയാണ് ഇപ്പോൾ നീങ്ങുന്നത് ആ ലക്ഷ്യത്തിലേക്ക്. അതിന്റെ പ്രതിഫലനമാണ് നമ്മൾ ഹമാസിന്റെ അവശേഷിക്കുന്ന വക്താക്കളിൽ ഒരാളായ സാമി അബൂ സുഹ്രിയുടെ ഈ വാക്കുകൾ. ഞങ്ങൾ കീഴടങ്ങൽ എന്ന പദം ഉപയോഗിക്കുന്നതിന് പകരമാണ് വെടിനിർത്തലിന് തയ്യാറെന്ന് ഇപ്പോൾ ഹമാസ് പറയുന്നത്. ഹമാസിന്റെ ആ വാക്കുകൾ മറ്റ് ചിലതിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നുണ്ട്. കാരണം സുഹ്രി പറയുന്നുണ്ട്, ഹിസ്ബുള്ളയ്ക്ക് ഒരു വെടിനിർത്തലിനുള്ള പരിപൂർണ സ്വാതന്ത്ര്യമുണ്ട്. ലെബനൻ ജനത അത് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹിസ്ബുള്ള വെടിനിർത്തലിന് തയ്യാറാവട്ടെ. ലെബനീസ് ഭരണകൂടത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഹിസ്ബുള്ള ഇത്തരം ഒരു വെടിനിർത്തലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഹമാസിന്റെ സുഹ്രി പറയുന്നത്. ഹിസ്ബുള്ള ഹമാസിൽ നിന്ന് അകന്നു എന്ന് വ്യക്തമാക്കുകയാണ് ഒരു വശത്ത്. മറുവശത്ത് ഇത് ഇറാന്റെ പ്രോക്സിയാണ്. ഇറാൻ നട്ടുനനച്ച് വളർത്തിയ ഒരു ശക്തി ഇറാന്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ചോർന്നു പോയിരിക്കുന്നു. ഇറാന് യാതൊരുവിധ നിയന്ത്രണവുമില്ല എന്ന് ഹമാസ് ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാറിലേക്ക് ചെന്ന് എത്തുമ്പോൾ ലോകത്തിന് ബോധ്യമാകുന്നു. ഇനി ഇറാന് ഹിസ്ബുള്ളയുടെ മേൽ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന സത്യം. മറുവശത്ത് സിറിയൻ ലെബനൻ അതിർത്തി പൂർണ്ണമായും തങ്ങളുടെ നിരീക്ഷണത്തിലാണെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഇസ്രായേൽ സൈന്യം ഒറ്റയടിക്ക് ഇപ്പോൾ പിൻവാങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പകരം ഇസ്രായേൽ സേന ഇപ്പോഴും തുടരുന്ന ഗ്രാമങ്ങളിലേക്ക് ലെബനീസ് ജനത പ്രവേശിക്കരുത് എന്ന മുന്നറിയിപ്പ് തുടർച്ചയായി നൽകുന്നു. ഏതെങ്കിലും തലത്തിൽ ഇസ്രായേൽ സേന നിൽക്കുന്നിടത്ത് ലെബനീസ് ജനത കടന്നു വന്നാൽ തീവ്രവാദികളാണോ എന്ന സംശയത്താൽ ഞങ്ങൾ വെടിവെപ്പ് നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ജനങ്ങൾ വന്ന തെക്കൻ ലെബനന്റെ ചില ഭാഗങ്ങളിൽ ചില വെടിവെപ്പുകൾ IDF നടത്തുകയും ചെയ്തു. തുടർന്ന് ലെബനൻ സർക്കാർ തന്നെ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ സേന പൂർണ്ണമായി പിൻവാങ്ങി എന്ന് ഔദ്യോഗികമായി ലെബനൻ സർക്കാർ അറിയിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഗ്രാമങ്ങളിൽ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കയറാവൂ. ലെബനൻ ആർമിയോട് അത് തന്നെയാണ് ലെബനീസ് ഭരണകൂടം പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ സേന പൂർണ്ണമായി പിൻവാങ്ങുന്നതിനൊപ്പം മാത്രമേ ലെബനീസ് ആർമി ആ നിയന്ത്രണം ഏറ്റെടുക്കാവൂ. ഏറ്റവും ശക്തമായ ഒരു നേട്ടം ഇസ്രായേൽ കൈവരിച്ചിരിക്കുന്ന ലിറ്റനി നദിക്കിപ്പുറത്തേക്ക് ഹിസ്ബുള്ള ഒരു കാരണവശാലും ഇനി ഞങ്ങൾ കടന്നു വരില്ല എന്ന് ഈ വെടിനിർത്തൽ കരാറിൽ സമ്മതിച്ചിരിക്കുന്നു. അത് തന്നെയാണ് ഇസ്രായേലിന്റെ ഒരു പരിപൂർണ വിജയം. പിന്നീട് നമ്മൾ ഈ വെടിനിർത്തൽ കരാറിലേക്ക് വരുമ്പോൾ അതിന് ശ്രദ്ധേയമായ ഒരുപിടി മാനങ്ങളുണ്ട്. ഈ കരാറിന്റെ മേൽനോട്ട സമിതിയിൽ ഇപ്പോൾ 2 രാജ്യങ്ങൾ, ഒന്ന് അമേരിക്ക, ഒന്ന് ഫ്രാൻസ്. മുൻപ് ഫ്രാൻസ് കട്ടയ്ക്ക് ഇസ്രായേലിനൊപ്പം നിന്നിരുന്ന ഒരു രാജ്യമാണ്. ഭീകരതയ്ക്കെതിരെ ഞങ്ങൾ പോരാടും, ലോകത്തെ ഭീകരതയുടെ ആ ചെകുത്താന്മാരിൽ നിന്ന് രക്ഷിക്കുമെന്നൊക്കെയാണ് മുമ്പ് ഫ്രാൻസ് പറഞ്ഞത്. ഒക്ടോബർ 7, 2023 ഈ ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ ഞങ്ങൾ ഇസ്രായേലിനൊപ്പം, ഭീകരതയെ തുടച്ചു നീക്കുന്നത് വരെ ഇസ്രായേലിനൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച ഫ്രാൻസ് പിന്നീട് തങ്ങളുടെ നയം മാറ്റി. ഗാസ മുനമ്പിൽ നടക്കുന്നത് വംശഹത്യാണ് എന്ന് വരെ ഫ്രാൻസ് പറഞ്ഞു വെച്ചു. അവർ ആയുധ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി, തുടർന്ന് ആയുധ ഉപരോധം വരെ ഏർപ്പെടുത്തി. അപ്പോൾ തുടങ്ങിയ ഒരു നയതന്ത്ര പിരിമുറുക്കം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ. ഇസ്രായേൽ പരസ്യമായി ആ ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഫ്രാൻസിന്റെ പിന്തുണ വേണ്ട എന്ന് വരെ പറഞ്ഞു വെച്ചു. ഫ്രാൻസിന്റെ വഴി നോക്കുക എന്ന് പറഞ്ഞ ഇസ്രായേൽ ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാറിന്റെ മേൽനോട്ടത്തിനായി ഫ്രാൻസിനെ കൊണ്ടുവരുന്നതിനെ നഖശികാന്ത് എതിർത്തു. അമേരിക്കയോട് തങ്ങളുടെ എതിർപ്പ് അവർ അതിശക്തമായി പ്രകടിപ്പിച്ചു.
ഫ്രാൻസിനെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമാക്കരുത് എന്നതായിരുന്നു ഇസ്രായേലിന്റെ ഒരു നിലപാട്. എന്നാൽ അമേരിക്ക കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കി ഫ്രാൻസിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ശഠിച്ചു. പക്ഷെ ലെബനൻ ഭരണകൂടമാണ്. ലെബനന് ബ്രിട്ടന് ഒട്ടും വിശ്വാസമില്ല. ബ്രിട്ടൻ ചതിക്കും എന്നുള്ളതാണ് ലെബനന്റെ ഭയം. കാരണം ബ്രിട്ടനെ സംബന്ധിച്ച് അവർ ഇസ്രായേലിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ്. പിന്നീട് കരുത്തുള്ള ഇത്തരമൊരു വെടിനിർത്തൽ കരാറിന്റെ മേൽനോട്ടം ഏറ്റെടുക്കാൻ ശക്തിയുള്ള രാജ്യം എന്ന് പറയുന്ന ഫ്രാൻസാണ്. അപ്പൊ ലെബനനും ആഗ്രഹിച്ചു ഫ്രാൻസിന്റെ സാന്നിധ്യം. എന്ന് മാത്രമല്ല, മക്രോണും ഇപ്പോൾ ഈ മിക്കാത്തിയും തമ്മിൽ വലിയ സൗഹൃദത്തിലുമാണ്. അപ്പൊ ലെബനനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ആർമിയിലുള്ള കഴിവുകളൊക്കെ വ്യക്തമായി അറിയാം. ഏതെങ്കിലും തലങ്ങളിൽ ഒരു നിരീക്ഷണം ഏർപ്പെടുത്തണമെങ്കിൽ ഈ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് അവർക്ക് വേണമെങ്കിൽ സേനാ നിരീക്ഷണം വരെ നടത്താനുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുണ്ട്. വളരെ തന്ത്രപൂർവം ഒരുക്കിയ ഒരു കെണി എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ ഈ കരാറിനെ വിശേഷിപ്പിക്കുന്നത്. ഹമാസിനെ വെട്ടിൽ വീഴ്ത്താൻ ഹിസ്ബുള്ളയെ ആദ്യം വെട്ടിയിട്ടു. അതെ, ഹിസ്ബുള്ളക്ക് ഇനി ഒരു നിലനിൽപ്പിന്റെ ഘട്ടം മുന്നിലില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് അവരെ സമ്മർദ്ദത്തിലാക്കി വെടിനിർത്തലിലേക്ക് കൊണ്ടുവന്നത്. മറുവശത്ത് ഹമാസ് പൂർണ്ണമായി ഒറ്റപ്പെട്ടു. ഹിസ്ബുള്ളയുടെ പിന്തുണ അവർക്കില്ല. ഇറാൻ നിസ്സംഗമായി നിൽക്കുന്നു. ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തുന്ന ഹിസ്ബുള്ള തങ്ങളുടെ പരമോന്നത നേതാവിനെ കണ്ടുപോലും കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല, മെനക്കെടുന്നില്ല. ഇതിനിടയ്ക്ക് ടർക്കി പൂർണ്ണമായ സ്വാഗതമാണ് ഈ വെടിനിർത്തൽ കരാറിനെ. അതും ഹമാസ് എടുത്തു പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈജിപ്തിനോടും ഖത്തറിനോടും ടർക്കിയോടും ഇക്കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. അതിനുള്ള എല്ലാവിധ തയ്യാറെടുപ്പും വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഹമാസിനെ സംബന്ധിച്ച് അവർക്ക് ഒരു വെടിനിർത്തൽ ഇനി അത്യന്താപേക്ഷിതമാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ ലെബനനിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന മുഴുവൻ സേനാശക്തിയും തിരികെ ഇസ്രായേൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഇവിടെ മറ്റൊരു അപകടം പതിയിരിപ്പുണ്ട് ഈ വെടിനിർത്തൽ കരാറിന്. കാരണം ഇസ്രായേൽ ഹമാസിന് നേർക്കുള്ള ആക്രമണം നിർത്തുമെന്ന് ഈ വെടിനിർത്തൽ കരാറിൽ പറയുന്നില്ലല്ലോ. വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ളയുമായി മാത്രമാണ്. അത് ലെബനന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, ലെബനീസ് ജനതയുടെ ശാന്തതയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ലെബനൻ ഭാഗത്ത് നിന്ന് ഇനി ഒരു ആക്രമണം ഇസ്രായേൽ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് ഈ കരാറിന്റെ ഏറ്റവും വലിയ ചുരുക്കം എന്ന് പറയുന്നത്. അതെ. മറുവശത്ത് പക്ഷെ ഇസ്രായേൽ എന്ന് പറയുന്നുണ്ട് സ്വന്തം ജനതയോട്, നിങ്ങൾ വടക്കൻ ഇസ്രായേലിലേക്ക് ആളുകളെ ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ തിരികെ കൊണ്ടുവരും. വടക്കൻ ഇസ്രായേലില് ആളുകൾ തിരികെ വന്ന 60,000-ഓളം ആളുകളെയാണ് ഇപ്പോൾ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. അവരെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കുന്നതോടെ ഇസ്രായേലിന്റെ ജോലി കഴിഞ്ഞു എന്നല്ല, പിന്നീട് അവർ ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി. പക്ഷെ മറുവശത്ത് പൂർണ്ണമായ സൈനിക കേന്ദ്രീകരണം വീണ്ടും ഗാസ മുനമ്പിലേക്ക് മാറ്റാൻ ഇസ്രായേലിന് കഴിയും. ഇപ്പോൾ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ റിസ്ക് ഈ ഹിസ്ബുള്ളയുടെ നേർക്ക് നിന്ന് വരുന്ന മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും ഒക്കെ. അതിന് IRGCയുടെ വലിയ പിന്തുണയുണ്ട്. ഇപ്പോൾ ആ ഒരു ഭീഷണിയിൽ നിന്ന് മാറി ഇനി ഗാസ മുനമ്പിലേക്ക് തങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ മാത്രമല്ല അവിടെ സൈനിക ഓപ്പറേഷൻ, അതിലൂടെ ബന്ദികളെ വീണ്ടെടുക്കുക. അപ്പോൾ യുദ്ധത്തിന്റെ ഒരു ഏകദേശം അന്ത്യഘട്ടത്തോടടുക്കുന്നു എന്ന് വ്യക്തമാണ്. ഇതിലിപ്പോൾ ഇറാൻ പൂർണ്ണമായും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇറാന്റെ നിലപാട് എന്താണ്? ഹിസ്ബുള്ള മുട്ടുമടക്കി കഴിഞ്ഞിരിക്കുന്നു, വെടിനിർത്തലിലേക്ക് അംഗീകരിച്ചിരിക്കുന്നു. ഹമാസ് മറുഭാഗത്ത് ഏത് വിധേനയും ഇതൊന്ന് അവസാനിപ്പിക്കണമെന്ന് കെഞ്ചി പറയുന്നു. ഇറാൻ നിശബ്ദനായി നിൽക്കുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അല്ല, ഇറാന് നേർക്കിന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു, ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഇറാനെ നിരായുധീകരിക്കുന്നതിലേക്ക് ഞങ്ങൾ മാറ്റുന്നുവെന്നാണ്. അപ്പൊ അത് ഇറാന് നേർക്കുള്ള കൃത്യമായ വെല്ലുവിളിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് ഈ വെടിനിർത്തൽ കരാർ ആദ്യം ലോകത്തോട് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ അതിന്റെ വൈരുദ്ധ്യം എന്ന് പറയുന്നത്, ബൈഡൻ അമേരിക്കയിൽ ഈ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കുമ്പോൾ ബെയ്റൂത്തിൽ അതിശക്തമായ ആക്രമണങ്ങൾ നടത്തി 24 പേരാണ് അവിടെ മരിച്ചത്. ആ ഘട്ടത്തിൽ ലെബനീസ് ഭരണകൂടം ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു, ഇത് ഏറ്റവും അപകടകരമായ മണിക്കൂറുകളാണ്. വെടിനിർത്തൽ കരാറിലേക്ക് കടക്കുന്ന ഈ സമയത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കാരണം അത് മടയിൽ കയറി ആക്രമിക്കുക എന്ന തന്ത്രം ഇസ്രായേൽ സേന പയറ്റിയത്. ഈ കഴിഞ്ഞ ദിവസം 350ഓളം മിസൈലുകൾ ഇസ്രായേലിന് നേർക്ക് തൊടുത്തുകൊണ്ടാണ് വെടിനിർത്തൽ കരാറിനെ അട്ടിമറിക്കാൻ ഇറാൻ സെന്റേഡ് ആയിട്ടുള്ള ഒരു വിഭാഗം ഹിസ്ബുള്ളക്കാർ ശ്രമിച്ചത്. അതിന് മറുപടിയായി ഈ അവസാന മണിക്കൂറുകളിൽ ഒരു പക്ഷേ ശക്തമായ ആക്രമണം ഇസ്രായേലിന് നേർക്കുണ്ടാകുമോ എന്ന് ഇസ്രായേലിന് ഭയമുണ്ടാകാം. ഇനി തങ്ങൾക്ക് അധികം മണിക്കൂറുകൾ മുന്നിലില്ല എന്ന് മനസ്സിലാക്കി അതിശക്തമായ സ്ഫോടനങ്ങൾ ഇന്നലെ ബെയ്റൂത്തിലെ ബഹുനില കെട്ടിടങ്ങളിങ്ങനെ നിലംപൊത്തുന്ന ദൃശ്യങ്ങളായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. അപ്പോൾ ഹിസ്ബുള്ള കീഴടങ്ങി എന്ന് മാത്രമല്ല, ഹിസ്ബുള്ളയെ ഏറെക്കുറെ നിരായുധരാക്കാൻ കഴിഞ്ഞു. ബോർഡർ വില്ലേജുകളിലെ ഹിസ്ബുള്ളയുടെ സ്വാധീനം പരമാവധി അവർ ഇല്ലാതാക്കി. അവരുടെ ഭൂഗർഭ കേന്ദ്രങ്ങള്, ഭൂഗർഭ ആയുധ ശേഖരം, ഇതൊക്കെ നശിപ്പിക്കാൻ ഇസ്രായേലിനെ സംബന്ധിച്ച് കഴിഞ്ഞു. ലിറ്റാനി നദിക്ക് ഇപ്പുറത്ത് 2006 മുതൽ തുടങ്ങിയ ഒരു തർക്കത്തിന് ഒരു ശാശ്വത പരിഹാരം കാണും എന്നിപ്പോൾ പ്രതീക്ഷിക്കുകയാണ്. 2006 UN സമാധാന കരാറിൽ ലിറ്റാനി നദിക്ക് ഇപ്പുറത്ത്
അതിലൊക്കെ തന്നെ ഈ പറയുന്ന അതിർത്തി നിർണ്ണയിക്കുന്നതിലും അതുപോലെ തന്നെ അതിർത്തി വേലികൾ കെട്ടി അടയ്ക്കുന്നതിലും ഒക്കെ തന്നെ ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിബന്ധനകൾ തവണ പാലിക്കപ്പെടുമെന്ന ഒരു പ്രത്യാശ കൂടി പങ്കുവയ്ക്കാൻ പറ്റും. ശക്തമായ വേലികെട്ടുകൾ നിർമ്മിക്കാനുള്ള. അല്ല, ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിനുള്ളിൽ വരുന്ന ഒരു ശക്തമായ വിമർശനമുണ്ട്. ഇന്നലത്തെ ക്യാബിനറ്റ് 11 പേരിൽ 10 പേരാണ് വെടിനിർത്തൽ കരാറിനെ അംഗീകരിച്ചു, ഒരാളെ എതിർത്തു. മറുവശത്ത് ഇസ്രായേലിൽ ഉയർന്നു വരുന്ന ചില ആശങ്കകളുണ്ട്. കാരണം ഈ യുദ്ധം ഹിസ്ബുള്ളക്കെതിരെ പ്രഖ്യാപിച്ചപ്പോൾ അന്ന് നെതന്യാഹു രാജ്യത്തോടും ലോകത്തോടും നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട്. ഞങ്ങൾ ലെബനനിൽ ഒരു ബഫർ സോൺ സൃഷ്ടിക്കുമെന്നാണ് പറഞ്ഞത്. ആ ബഫർ സോൺ എവിടെ എന്ന ചോദ്യം ഇപ്പോൾ തീവ്ര വലതുപക്ഷം ഉയർത്തുന്നുണ്ട്. നെതന്യാഹുവിന് രാഷ്ട്രീയ പിന്തുണ നൽകുന്നത് തീവ്ര വലതുപക്ഷം തന്നെയാണ്. അവിടെ നെതന്യാഹുവിന്റെ ഉത്തരം വ്യക്തമാണ്. 2006 മുതൽ ഇസ്രായേൽ എന്തിനു വേണ്ടി നിലകൊള്ളുന്നുവോ നമ്മൾ അതിലേക്ക് എത്തുന്നു. ലിറ്റനി നദിക്കിപ്പുറം പരിപൂർണമായി UN സമാധാന സേനയുടെ നിരീക്ഷണത്തിൽ ഇനി മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷ ഇസ്രായേലിനുണ്ട്. കാരണം അതിൽ ഇസ്രായേലിന് കരുത്ത് പകരുന്നത് അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും ആ മേൽനോട്ട സമിതിയിലെ അംഗത്വമാണ്. അപ്പോൾ ഇസ്രായേൽ കൂടുതൽ ആ രാജ്യങ്ങളിലെ സേനാംഗങ്ങളെ ഈ മേഖലയിൽ വിന്യസിക്കാൻ നിർബന്ധിക്കും. അവരുടെ മേൽനോട്ടം കൂടുതൽ കാര്യക്ഷമമാക്കാൻ നിർബന്ധിക്കും. അപ്പൊ ഇസ്രായേലിന് നേരിട്ടൊരു ബഫർ സോൺ നിയന്ത്രിച്ചില്ല എങ്കിലും കൂടുതൽ കാര്യക്ഷമമായ ആ മേഖലയെ നിയന്ത്രിക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം ഒരു വശത്ത്. മറുവശത്ത് മിഖാതി ഇപ്പോൾ പൂർണ്ണമായി അമേരിക്കയോട് അടുത്ത് നിൽക്കുക, ലെബനൻ ഭരണകൂടം. അപ്പോൾ തങ്ങളുടെ കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നുന്ന ഘട്ടത്തില് അമേരിക്ക സൈനിക സഹായം ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ ഒരുപക്ഷെ മിഖാതിക്കാണ്. നേരത്തെ മിഖാതിയെ സംബന്ധിച്ച് ഈ ദുർബല ഭരണകൂടം, ദുർബല സൈനിക സംവിധാനം, അതിന് ഹിസ്ബുള്ള പോലെ ഒരു ഷിയ മിലിഷ്യ ഗ്രൂപ്പിന് പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിലനിൽപ്പുള്ളൂ. താൽക്കാലിക പ്രധാനമന്ത്രി, അതിന് മുമ്പിൽ ഭരണകൂടത്തിന് ഇതാ സ്ഥിതി. മറുവശത്ത് ഈ ജനാധിപത്യ പ്രക്രിയയിലേക്ക് എന്ന പേരിൽ ഈ സമൂഹത്തിനിടയിൽ ക്ലിനിക്കുകൾ, സ്കൂളുകൾ, മറ്റ് പൊതുറ്റാപ്പുകൾ ഇതെല്ലാം തുടങ്ങി ഹിസ്ബുള്ള ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രീതി പഠിച്ചു പറ്റി അവർ രാഷ്ട്രീയത്തിലേക്ക് കടന്ന് ഭരണകൂടത്തിന്റെ അരികിലെത്തി നിൽക്കുകയായിരുന്നു. ഏകദേശം 10% സീറ്റുകൾ ഒഴിച്ച് നിർത്തിയാൽ അവർ അത്രയധികം ഭൂരിപക്ഷത്തിന്റെ പക്കത്തെത്തി നിൽക്കുകയാണ്. അതൊരു തന്ത്രമായിരുന്നു. പക്ഷെ ജനത്തിന് ഇപ്പൊ ബോധ്യപ്പെട്ടൊരു കാര്യം, ലെബനൻ മണ്ണിനടിയിലെല്ലാം ഭൂഗർഭ അറകളുണ്ട്. അതെല്ലാം നിറയെ മിസൈലുകളും ഇസ്രായേലിന് നേരെ തിരിച്ചു വെച്ചിരിക്കുന്ന റോക്കറ്റുകളും ഡ്രോണുകളും ഷെല്ലുകളും മോർട്ടറുകളുമാണ് എന്ന് ലെബനൻ ജനത തിരിച്ചറിഞ്ഞു. അപ്പോൾ തങ്ങൾ ജീവിക്കുന്നത് ഒരു വലിയ അഗ്നികുണ്ഡത്തിന്റെ മുകളിലാണ് എന്ന് ജനത മനസ്സിലാക്കി. എപ്പോൾ വേണമെങ്കിലും ഇനി ഇസ്രായേലിന് നേർക്കൊരു പ്രകോപനമുണ്ടായാൽ ഇസ്രായേൽ ഗാസയ്ക്ക് സമാനമായി ലെബനനെ തകർക്കും എന്നും ആ ജനത ഭയപ്പെടുന്നു. അതുകൊണ്ട് ഇനി ജനതയുടെ പിന്തുണ ഹിസ്ബുള്ളയ്ക്ക് കിട്ടില്ല. ലെബനീസ് ജനതയിൽ നിന്ന് ഒറ്റപ്പെട്ടതാണ് ഹിസ്ബുള്ള വെടിനിർത്തലിന് ഇത്രയധികം സന്നദ്ധമാകാൻ കാരണം ഒരു വശത്ത്. മറുവശത്ത് ഭരണകൂടം എല്ലാ തലത്തിലും അവരെ കൈവിട്ടു. ഇപ്പോൾ ലെബനൻ സാമ്പത്തിക അവസ്ഥയൊക്കെ തന്നെ ആകെ തകർന്ന ഒരവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക പുനർനിർമ്മിച്ച് തരുമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഈ പുനർനിർമ്മാണം എന്ന് പറയുന്നത് താൽക്കാലിക വെടിനിർത്തലിനിടയിൽ എങ്ങനെയാണ് സാധ്യമാവുക എന്നൊരു സംശയം കൂടി ഉയർന്നു. പുനർനിർമ്മാണം ഇപ്പൊ തർക്കത്തിലേക്ക് പോകും. തുർക്കി പറയുന്നത് ഇസ്രായേൽ പുനർനിർമ്മിച്ചു കൊടുക്കണമെന്നാണ്. കാരണം തുർക്കിയുടെ വിചിത്രമായ വാദം അതാണ്. അമേരിക്ക പുനർനിർമ്മാണ പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കത്തേയുള്ളൂ. അമേരിക്ക അതിന്റെ ഒരു പൂർണ്ണ ഉത്തരവാദിത്വത്തിലേക്ക് കടക്കത്തില്ല. കാരണം ട്രംപാണ്. ട്രംപിന്റെ അടിസ്ഥാന പോളിസി തന്നെ പൈസ കൊടുക്കണ്ട, ചെലവഴിക്കണ്ട. മറ്റ് രാജ്യങ്ങൾക്ക് എന്തിനാണ് അമേരിക്കൻ നികുതി പണം ഉപയോഗിക്കുന്നത്? ഇതാണ് ട്രംപിന്റെ ഒരു പോളിസി തന്നെ. ട്രംപിന്റെ കാലഘട്ടം എത്തുന്നതിന് മുൻപ് ഇപ്പോൾ ബൈഡൻ തിരക്കിട്ട് ഇത്തരമൊരു സമാധാന കരാറിൽ എത്തി തന്റെ കസേര ഒഴിയുന്നത് പോലും ബൈഡന്റെ ഒരു രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിലാണ്. അപ്പൊ ട്രംപിന്റെ ഒരു കാലഘട്ടം എങ്ങനെയാണ് എന്ന് പറയുക വയ്യ. അതാണ് അസാധ്യമാണ്. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഹമാസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബന്ദി കൈമാറ്റത്തിനും എല്ലാത്തരം ഉടമ്പടികൾക്കും അവർ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഏത് രീതിയിൽ കൊണ്ടുപോകാനായിരിക്കും ഇസ്രായേലും ആഗ്രഹിക്കുന്നത്? അല്ല, ഇസ്രായേൽ ഇനി ഹമാസിനെ ഒരു വെടിനിർത്തൽ എന്നുള്ള ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് തന്നെ കൊണ്ടുവരും. അതിന് ഉള്ള ഒരു പ്രാരംഭ ഒരുക്കമാണ് ഈ ഹിസ്ബുള്ളയെ മെരുക്കി ഓടിച്ച് ഇപ്പോൾ വെടിനിർത്തൽ എത്തിച്ച് നിർത്തിയിരിക്കുന്ന ഈ അവസ്ഥ. മറുവശത്ത് IDF തന്നെ പറയുന്നത് ഏകദേശം 36ഓളം ബന്ദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം. അപ്പോൾ ഈ 101 ബന്ദികളിൽ എത്ര പേർ ജീവനോടെ ഇപ്പോൾ അവശേഷിച്ചിരിക്കുന്നു? ഇതൊരു വലിയ സ്ഫോടനാത്മകമായ അന്തരീക്ഷം ഇസ്രായേലിൽ സൃഷ്ടിക്കും. ഈ ബന്ദിമോചനം ഒരു പക്ഷേ ഇത്തരത്തിൽ താമസിപ്പിച്ചതിന് പിന്നിലും ഇത്തരം ചില കാര്യങ്ങൾ കൂടി, അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ കൂടി ഉണ്ടാകും. അപ്പോൾ വളരെയേറെ ബന്ദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇസ്രായേൽ ജനത വീണ്ടും പ്രതികാരം ചെയ്യാൻ ഭരണകൂടത്തോട് ആവശ്യപ്പെടും. ഇപ്പോൾ ഹിസ്ബുള്ളയെ മുട്ടുമടക്കി ഇത്തരമൊരു വെടിനിർത്തലിൽ എത്തിച്ചത് നെതന്യാഹുവിനെ സംബന്ധിച്ച ഒരു രാഷ്ട്രീയ വിജയമാണ്. പക്ഷെ ബന്ദികളെ വിട്ട് കിട്ടുമ്പോൾ അത് ഏത് തരത്തിൽ ഇസ്രായേൽ ജനത എടുക്കുമെന്ന് പറയുക വയ്യ. കാരണം ഇസ്രായേൽ ജനാധിപത്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മറുവശത്ത് ഓരോ വ്യക്തിയുടെയും ജീവന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു രാജ്യമാണ്. വലിയ സഹോദരബന്ധമുള്ള രാജ്യമാണ്. അടുത്ത
ന്യൂ ഇയർ 2025 പിറക്കുന്നതിന് മുൻപ്, ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് തങ്ങളുടെ എല്ലാ ശ്രമങ്ങളും പൂർത്തിയാക്കി ഒരു പുതിയ ലോകക്രമത്തിലേക്ക് അടക്കണമെന്ന് ഇസ്രായേലിന് വലിയ ആഗ്രഹം കാണും. കാരണം അവരുടെ ശ്രദ്ധ നെതന്യാഹു പറഞ്ഞതുപോലെ ഇനി ഇറാന് നേർക്ക് തിരിച്ചു വയ്ക്കുക. ട്രംപ് അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ ഈ ചീള് കേസൊക്കെ ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ പെട്ടെന്ന് അടിച്ചു തീർത്ത് നിങ്ങൾ സന്നദ്ധരായിരിക്കുക, നമുക്ക് ഇറാനെ ഒതുക്കാം. ഈ മെസ്സേജാണ് നേരത്തെ തൊട്ട് ട്രംപ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിരായുധീകരിച്ച് ഹിസ്ബുള്ളയും ഹമാസിനെയും വെട്ടിയിട്ട് നെതന്യാഹു കൂടുതൽ ശക്തനാകും എന്നുള്ള ഒരു പ്രതീക്ഷ ട്രംപിനും ഉണ്ടാകും. ഈ വെടിനിർത്തൽ കരാർ ഒരു പക്ഷേ ട്രംപ് ആഗ്രഹിച്ചായിരിക്കും. കാരണം ഈ വെടിനിർത്തൽ കരാർ ഒരു കാരണവശാലും അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് മുൻപ് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമായിരുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത്തരമൊരു വെടിനിർത്തൽ കരാർ അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ബൈഡൻ പ്രഖ്യാപിക്കുന്നതെങ്കിൽ ഇസ്രായേലിനെ ഹിസ്ബുള്ളയ്ക്ക് മുന്നിലും ഈ ഭീകര സംഘങ്ങൾക്ക് മുന്നിലും കീഴടക്കി എന്നുള്ള ആരോപണം ചിലപ്പോൾ ട്രംപ് ഉയർത്തിയാണ്. കാരണം ബന്ദികളെ വിട്ടുകിട്ടിയിട്ടില്ല. അത് ഉയർത്തി അമേരിക്കൻ ജനങ്ങൾക്കിടയിൽ ഒരു വികാരത്തിന് ട്രംപ് ശ്രമിച്ചാണ്. അപ്പോൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഈ നില തുടരണം എന്ന് ബൈഡനും ആഗ്രഹം കാണും. അതിനുശേഷമാണ് ബൈഡൻ ശക്തമായ നിലപാടെടുത്തത്. നെതന്യാഹുവിനും ആഗ്രഹം ഉണ്ടാകും. കാരണം ട്രംപിന്റെ കടന്നുവരവ് ഏത് തരത്തിലാക്കെ ലോകക്രമത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പറയുക വയ്യ. ശരിക്കും പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഇറാനെ അതുപോലെ തന്നെ പ്രോക്സികളെയും സംബന്ധിച്ചാണെങ്കിൽ ചെകുത്താനും കടലിലും നടുക്ക് നിൽക്കുന്ന അവസ്ഥയാണ്. കാരണം ബൈഡൻ ശക്തമായി തന്നെ ഇത് അവസാനിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നു. ഇനി ട്രംപ് വരുമ്പോൾ എന്തായിരിക്കും തങ്ങൾക്ക് കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ഭീതി അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമല്ല. ട്രംപ് വരുമ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ എല്ലാ നീക്കങ്ങളും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കാണാം. ഒന്ന്, റഷ്യ ചേർത്ത് പിടിച്ചു. പക്ഷെ റഷ്യ ഏറ്റവും വലിയ യുദ്ധക്കെടുതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കീവിലേക്ക് ദീർഘദൂര മിസൈൽ, ഹൈപ്പർസോണിക് മിസൈൽ അയച്ച റഷ്യയെ കണ്ടു. പക്ഷെ അതിന് ഉക്രൈൻ കൊടുത്ത മറുപടി അതിഭീകരമായിരുന്നു. അതിരൂക്ഷമായിട്ട് റഷ്യ അവർ കടന്നാക്രമിച്ചു. ആണവ പോർമുന കാട്ടി ഭയപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും യുക്രൈൻ മുട്ടുമടക്കിയില്ല. റഷ്യയാണ് പിന്നോട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അപ്പോൾ റഷ്യയെ സംബന്ധിച്ച് റഷ്യ ഇറാന് പിന്തുണ കൊടുക്കാനുള്ള ഒരു സൈനിക അവസ്ഥയിലല്ല. ഇറാനെ സംബന്ധിച്ച് ഖമനയുടെ അശരീരി മാത്രമേ കേൾക്കുന്നുള്ളൂ. ഖമനയി ജീവനോടെ വെന്റിലേറ്ററിലാണോ അതോ കോമയിലാണോ ഇതൊന്നും അറിയുക വയ്യ. കാര്യങ്ങളിലും വ്യക്തതയില്ല. ഇറാനിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിലും വലിയ വ്യക്തതയില്ല. ഇപ്പോ ഇസ്രായേലിനെ സംബന്ധിച്ച് ഹിസ്ബുള്ളയുടെ വെടിനിർത്തൽ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നു. ഇപ്പോൾ വെടിനിർത്തലിന്റെ ഭാഗമായുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറുവശത്ത് വരും ദിവസങ്ങളിൽ ഹമാസുമായുള്ള ഒരു വെടിനിർത്തൽ ഫോർമുലയിൽ എത്തും എന്നതിലും വലിയ സംശയം വേണ്ട. ഹമാസ് ആകെ നിസ്സംഗരായി നിൽക്കുകയാണ്. കാരണം ഖത്തറിൽ നിന്ന് അവർക്ക് ഇടം കൊടുക്കാതെ ഓടിച്ചു. പിന്നീട് തുർക്കി അവരെ അഭയം കൊടുക്കാൻ ചെറിയ ശ്രമങ്ങൾ നടത്തിയപ്പോൾ അമേരിക്ക തുർക്കിയെ ഭയപ്പെടുത്തി. കാരണം നാറ്റോ സഖ്യരാജ്യമാണ്. ഹമാസ് അമേരിക്ക ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച സംഘമാണ്, ഭീകര സംഘമാണ്. അമേരിക്കക്കെതിരെ അമേരിക്ക തകർക്കുമെന്ന് വെല്ലുവിളി നടത്തിയ സംവിധാനമാണ്. അപ്പോൾ ഈ നാറ്റോ ഒരു അംഗരാജ്യത്തിനെതിരെ ആരെങ്കിലും ഇത്തരം ശത്രുതാപരമായ പ്രകോപനമുണ്ടാക്കിയാൽ, മുന്നറിയിപ്പ് നൽകിയാൽ, ആക്രമണത്തിന് ശ്രമിച്ചാൽ അവരെ നാറ്റോ സഖ്യരാജ്യങ്ങൾ ഒറ്റപ്പെടുത്തണമെന്നാണ് അവരുടെ നയവും അവരുടെ തീരുമാനവും. അപ്പൊ അതിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ തുർക്കിക്ക് കഴിയില്ല. തുർക്കി ഹമാസിന് അവിടെ അഭയം കൊടുത്താൽ അമേരിക്ക നാറ്റോയിൽ ആവശ്യപ്പെടും തുർക്കിയെ പുറത്താക്കാൻ. അത് വലിയ അപകടം കെണി തുർക്കിക്കുണ്ടാക്കുക. തുർക്കിക്ക് വ്യക്തമായി അറിയാം. കാരണം തുർക്കി ഭയപ്പെടുന്ന ഒരു രാജ്യമാണ്. ഈ നാറ്റോ സഖ്യരാജ്യങ്ങളുടെ വലിപ്പം കാട്ടിയാണ് തുർക്കി പലപ്പോഴും റഷ്യയെ ഭയപ്പെടുത്തി നിർത്തുന്നത്. മറ്റു പല ഭയവും തുർക്കിയുടെ മനസ്സിലുണ്ട്. ഇറാനുമായി ഒട്ടും നല്ല ബന്ധമല്ല തുർക്കി പുലർത്തുന്നത്. തുർക്കിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ അപകടം അവരുടെ രാജ്യത്ത് തന്നെ ഒളിഞ്ഞു കിടക്കുന്നു കുർദുകളുടെ വലിയ ശക്തി. തുർക്കി നാറ്റോയിൽ നിന്ന് പുറത്തുപോയ അപ്പൊ തന്നെ കുർദുകൾ 80,000 ചതുരശ്ര കിലോമീറ്റർ കൈവശപ്പെടുത്തിയ അൽ ബാഗ്ദാദിയുടെ ഐസിസിനെ തോൽപ്പിച്ച കുർദ് സേനയാണ്. അവർ നിസ്സാരക്കാരല്ല. അട്ടിമറിക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരം മാത്രമാണ്. അതെ, അമേരിക്ക രഹസ്യമായിട്ടൊരു പിന്തുണ കൊടുത്ത ആയുധങ്ങളും അത്യാവശ്യ സംവിധാനങ്ങളും കൊടുത്താൽ മതി. അപ്പോൾ അവിടുത്തെ ഒരു മേഖലയിലെ സ്ഥിതി എന്ന് പറയുന്നത് അത്യന്തം ഇറാൻ അപകടകരമായ ഒരു അവസ്ഥയിലാണ്. മറുഭാഗത്ത് ഇസ്രായേലിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേലിനാണ് ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഒന്നിനൊന്നിന് ഫാക്ടറുകൾ അനുകൂലമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആളുകൾ ഇത് കേൾക്കുന്നവർ ഇസ്രായേൽ സ്തുതി എന്നൊക്കെ പറയും. പക്ഷെ ഇസ്രായേലിനാണ് കാര്യങ്ങൾ അവരുടെ വരുതിയിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും പശ്ചിമേഷ്യയിൽ ഇനി സമാധാനം പുലരാൻ അധികം സമയമൊന്നും തന്നെ വേണ്ട. ഏത് തരത്തിലാണ് പറയാൻ പറ്റില്ല. അതെ, പൂർണ്ണമായി ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കരാറുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ
IDF നിരീക്ഷിക്കാൻ ഹിസ്ബുള്ളയും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഹിസ്ബുള്ളയെ നിരീക്ഷിക്കാൻ IDF തയ്യാറെടുക്കുന്ന ഒരു അവസാന പക്ഷേ ഘട്ടത്തിലൂടെയാണ്. ഹിസ്ബുള്ളക്ക് ഇനി ഒരു സായുധ സേനയായി ലെബനനിൽ നിലകൊള്ളാൻ കഴിയില്ല. അതാണ് ഈ വെടിനിർത്തൽ കരാറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇസ്രയേലിനെ സംബന്ധിച്ച് ഒരു പരിധിവരെ അവർ ലക്ഷ്യം കണ്ട കാര്യം വിജയിച്ചിരിക്കുന്നു എന്ന് കൂടി പറഞ്ഞു. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.